ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഷീസ്കോപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ HSST കെമിസ്ട്രിയുടെ സിലബസിലുള്ള ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള സ്ട്രക്ചർ ആൻഡ് ബോണ്ടിങ്ങിലേക്കാണ് കടക്കുന്നത്. സ്ട്രക്ചർ ആൻഡ് ബോണ്ടിങ് എല്ലാവർക്കും അറിയാം. നമ്മുടെ +1 +2 ഒക്കെ ഇതിൻ്റെ ബേസിക് ഐഡിയാസ് പഠിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊന്ന് ബ്രഷപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഡിഗ്രി ലെവലിലേക്കും PG ലെവലിലേക്കും ഒക്കെ കടക്കാം. ആദ്യം നമുക്ക് +1 +2 ലെവലിൽ എന്തൊക്കെയാണ് കെമിക്കൽ ബോണ്ടിങ്ങും അതേപോലെ മോളിക്കുലാർ സ്ട്രക്ചർ എന്നീ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ബേസിക്കായിട്ട് പഠിക്കാനുള്ളത് എന്നൊന്ന് നോക്കിയിട്ട് പോവാം. അതിനുശേഷം അടുത്ത വീഡിയോസിലായിട്ട് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം എന്നാണ് തോന്നുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ലൂയിസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിനെ പറ്റിയിട്ട് ഓർക്കണം. ലൂയിസ് കൺസിഡർ ചെയ്ത എലമെൻസിനെ പറ്റി നമുക്കറിയാം. വിചാരിച്ചേ, ഏതൊക്കെ എലമെൻറ്റ്സ് ആയിരുന്നു ലൂയിസ് കൺസിഡർ ചെയ്തത്? നമുക്ക് ആൽക്കലി മെറ്റൽസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ആദ്യത്തെ 8 എലമെൻറ്റ്സ് കൺസിഡർ ചെയ്യാം. ആദ്യത്തെ 8 എലമെൻറ്റ്സ് കൺസിഡർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, നമുക്ക് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ആദ്യം ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച പോലെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ 2 1 2 2 2 3 2 4 2 5 2 6 2 7 2 8 ഇങ്ങനെയാണല്ലോ വരിക. ഇനി ഇതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് എഴുതി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? വാലൻസ് ഇലക്ട്രോൺസ് വിൽ ബി 1 2 3 4 5 6 7 and 8 അല്ലേ. ഇനി നമുക്ക് ഈ ലിഥിയത്തിൻ്റെ മുകളിലും ബെർലിയത്തിൻ്റെ മുകളിലും ഈ വാലൻസ് ഇലക്ട്രോൺസ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു നമുക്കൊന്ന് വരച്ച് നോക്കാം. ലിഥിയം എടുത്തു കഴിഞ്ഞാൽ ഒരു വാലൻസ് ഇലക്ട്രോൺ ഉണ്ട് അല്ലേ, അത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ ഒരു സ്ട്രക്ചറിനെയാണ് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ. ഇനി ബെർലിയത്തിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇലക്ട്രോൺസ് അല്ലേ. ഇനി ബോറോണിനെ നമുക്ക് 3 ഇലക്ട്രോൺസ് റെപ്രസെൻ്റ് ചെയ്യാം. കാർബണിനെ 4 ഇലക്ട്രോൺസ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. നൈട്രജനെ 5 ഇലക്ട്രോൺസ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. ആൻഡ് ഓക്സിജനെ നമുക്ക് 6 ഇലക്ട്രോൺസ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. ഫ്ലൂറിനെ ഓക്സിജൻ നമ്മൾ 6 വെച്ചിട്ടാണ് കേട്ടോ റെപ്രസെൻ്റ് ചെയ്യുന്നത്. 6 ഓക്കെ. ഓക്സിജൻ നമ്മൾ 6 വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി ഫ്ലൂറിനാണെങ്കിൽ 7 വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ആൻഡ് നിയോൺ ആണെങ്കിൽ 8 വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള ഈ ഒരു റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ലൂയിസിൻ്റെ ഈ ഒരു ഡിസ്കവറിയുടെ കൂടെ കോസലും ഇതേപോലെയുള്ള കുറച്ച് ഡിസ്കവറീസ് കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ്. നമുക്കറിയാം ലൂയിസ് പറഞ്ഞ എന്താണ്, ഇപ്പോൾ 1 to 4 ആണ് വാലൻസ് ഇലക്ട്രോൺസ് എങ്കിൽ അതിൻ്റെ വാലൻസിയും എന്ത് തന്നെയായിരിക്കും? ആ 1 to 4 എന്നുള്ളത് തന്നെ ആയിരിക്കും. വാലൻസി സെയിം ആയിരിക്കും. 5 to 8 ആണെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസ് വരുന്നതെങ്കിൽ എന്താണ്? 8 മൈനസ് വാലൻസ് ഇലക്ട്രോൺസ് ആയിരിക്കും അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത്. അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ. സോ ഇപ്പോൾ നമ്മൾ സോഡിയം,
സോഡിയം നമുക്ക് 2, 8, 1 എന്നെഴുതാമല്ലോ. അതേപോലെ മഗ്നീഷ്യം നമുക്ക് 2, 8, 2 എന്നെഴുതാമല്ലോ. അലൂമിനിയം നമുക്ക് 2, 8, 3 എന്നെഴുതാം. അതേപോലെ സിലിക്കൺ നമുക്ക് 2, 8, 4 എന്നെഴുതാം. ടു 8, 4 എന്നെഴുതാം. അപ്പോൾ ഇവിടെ 1 to 4 ആണല്ലോ ഇവിടെ വാലൻസ് ഇലക്ട്രോൺസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വാലൻസി എന്ത് തന്നെയായിരിക്കും? 1 to 4, 1, 2, 3, 4 എന്ന് തന്നെയായിരിക്കും. ഇതിന് മുകളിൽ വരുമ്പോൾ നമ്മൾ 8- വാലൻസ് ഇലക്ട്രോൺസ് ചെയ്യണം എന്നുള്ളതാണ് ലൂയിസും കോസലും കൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്കിവിടെ കാണാനുള്ളത് ഈ ഒരു ജനറലൈസേഷൻസ് ലൂയിസും കോസലും കൂടെ പറഞ്ഞ തിയറി നമുക്കൊന്ന് ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ വാലൻസി എന്ന് പറയുന്നത് എന്താണ്? വാലൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ഇലക്ട്രോൺ ആണല്ലേ, കംപ്ലീറ്റ് ഒക്റ്ററ്റ് ആണല്ലേ, കംപ്ലീറ്റ് ഒക്റ്ററ്റ് ആണ്. അതായത് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാൻ, അതായത് വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ വാലൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഒക്റ്ററ്റ് ഇൻ ദ വാലൻസ് ഷെൽ. അതായത് എലമെൻറ്റ്സ് എന്ത് ചെയ്യും? ഒന്നുകിൽ ഇലക്ട്രോൺസിനെ വാങ്ങുകയോ അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ കൊടുക്കുകയോ ചെയ്യും. എന്തിന്? ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, 8 ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. എന്നിട്ടവ ഈ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക? സ്റ്റേബിളായിട്ട് നിൽക്കുക. ഓക്കെ, സ്റ്റേബിളായിട്ട് മാറുന്നു. ഒക്റ്ററ്റ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള 8 ഇലക്ട്രോൺസ് ഉള്ള വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസിലുള്ള എലമെൻറ്റ്സ് ആണെങ്കിൽ നമ്മളതിനെ സ്റ്റേബിൾ എന്ന് പറയല്ലേ. അപ്പോൾ നമുക്കിത് ജനറലൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒക്റ്ററ്റ് റൂള്? ഒക്റ്ററ്റ് റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രപ്പോസ്ഡ് ബൈ ആരാണ്? നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പ്രപ്പോസ്ഡ് ബൈ ലൂയിസ് ആൻഡ് കോസലാണ്. എന്താണ് ഒക്റ്ററ്റ് റൂൾ എന്ന് പറയുന്നത്? ആറ്റംസ് അണ്ടർഗോ chemical reactions in order to attain octet of electrons in their valence shell. അടുത്ത പോസ്റ്റ്ലേറ്റ് എന്താണ്? The attractive force that holds the atom together in a molecule is called chemical bond. ഈ കെമിക്കൽ ബോണ്ട്സ് എങ്ങനെയൊക്കെ ഫോം ചെയ്യാം? കെമിക്കൽ ബോണ്ട് ഈസ് ഫോംഡ് എയ്തർ ബൈ, എങ്ങനെയൊക്കെ ഫോം ചെയ്യാം? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഓർ ബൈ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ്. ഈ രണ്ട് മെത്തേഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ?
അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് 2 ടൈപ്പ് ബോണ്ടുകളെ പറ്റിയാണ്. ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ അവിടെ അയണിക് ബോണ്ടാണ്. ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ കോവാലൻറ്റ് ബോണ്ടാണ്. അപ്പോൾ നമുക്ക് അയണിക് ബോണ്ടിനൊരു എക്സാമ്പിൾ നോക്കാം. അയണിക് ബോണ്ട് അല്ലേ, അയണിക് ബോണ്ടിന് എക്സാമ്പിളാണ് എന്ത്, NaCl. സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281 ആൻഡ് ക്ലോറിൻ്റെതോ 287. ഇവിടെ രണ്ടിൻ്റെയും വാലൻസ് ഷെല്ല് 1 ഉണ്ട് 7 ഉണ്ട്. അപ്പം 8 ആകാൻ വേണ്ടിയിട്ട് വാലൻസ് ഷെല്ലിൽ 8 ആകാൻ സോഡിയത്തിന് ഒരു ഇലക്ട്രോണിനെ കളഞ്ഞാൽ മതി അല്ലേ. ആ ഒരു ഇലക്ട്രോണിനെ ക്ലോറിൻ വാങ്ങിക്കും അല്ലേ. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ കൊടുക്കുന്ന സമയത്ത് പോസിറ്റീവ് ചാർജ് വരും. അതായത് നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമുക്ക് നല്ലതല്ലേ, അപ്പം പോസിറ്റീവ് ആണെന്ന് ആലോചിച്ചാൽ മതി. അതേപോലെ ക്ലോറിൻ വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ കടം വാങ്ങുമ്പോൾ എന്താണ്, നമുക്ക് അത് അത്ര നല്ല കാര്യമല്ല, അത് നെഗറ്റീവ് ആണെന്ന് ആലോചിക്കുക. അപ്പോൾ ഇവിടെ 288 ആവും അല്ലേ. അപ്പോൾ 288 ആകുമ്പോൾ ഒന്ന് വാങ്ങുകയാണ് ചെയ്തത്, അപ്പോൾ ക്ലോറിൻ മൈനസ് ആകും. അപ്പം ഇങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ ഇതെന്താണ് ഇവിടെ സംഭവിച്ചത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ആണ്. ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ആകുന്ന സമയത്താണ് നമുക്ക് അതിനെ എന്ത് പറയാൻ പറ്റുക, അയണിക് ബോണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റുക. ഓക്കെ അല്ലേ. ഇനി അയണിക് ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ 3 ടൈപ്പ് ഓഫ്, അതിൻ്റെ എനർജറ്റിക്സ് പറയുന്ന സമയത്ത് നമ്മൾ 3 ടൈപ്പ് ഓഫ് എനർജീനെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അയണൈസേഷൻ എൻതാൽപ്പിയാണ്. അയണൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ΔIH എന്ന് പറയാം അല്ലേ. ഈ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താണ്, ലോ ആയിരിക്കും. ആൻഡ് വേറൊരു എനർജീൻ്റെ അതെന്താണ്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അല്ലേ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അതെന്തായിരിക്കും, അത് ΔEGH എന്നാണ് പറയുക, ഹൈ ആയിരിക്കും. വേറൊരു എനർജി കൂടെ ഉണ്ട്, എന്താണ്, ലാറ്റിസ് എൻതാൽപ്പി അല്ലേ. ലാറ്റിസ് എൻതാൽപ്പി ലാറ്റിസ് H നമുക്ക് എഴുതാം. അതും എന്തായിരിക്കും, ഹൈ ആയിരിക്കും. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇലക്ട്രോൺ ഏറ്റവും ഔട്ടർ മോസ്റ്റുള്ള ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജീനെയാണ് നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഈ അയണൈസേഷൻ എൻതാൽപ്പി കുറഞ്ഞിരിക്കണം. അതേപോലെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതലായിരിക്കും, ലാറ്റിസ് എൻതാൽപ്പി എന്തായിരിക്കും, ഹൈ ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ അല്ലേ. ഇനി കോവാലൻ ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ കോവാലൻ ബോണ്ട് ഫോം ചെയ്യുന്ന കേസിൽ നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്ലോറിൻ മോളിക്യൂളാണ്. ഓക്കെ, ക്ലോറിൻ നമുക്കറിയാം, ക്ലോറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287 ആണ് അല്ലേ. അപ്പോൾ 2 ക്ലോറിൻ എടുക്കുകയാണെങ്കിൽ 287 എന്ന് പറയും. അപ്പോൾ നമ്മളിതിൻ്റെ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കുന്ന സമയത്ത് ക്ലോറിൻ്റെ ഔട്ടർ ഇലക്ട്രോൺസ് എത്രയാണ്, 7 ആണ്. 1 2 3 4 5 6 7. ഓക്കെ അല്ലേ. ഇനി ഇവിടെയോ 1 2 3 4 5 6 7. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുക. ഈ ക്ലോറിനെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇങ്ങനെ വരും. ഈ ക്ലോറിനെ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇത് ഞാൻ വെർട്ടിക്കലായിട്ടാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഹൊറിസോണ്ടലായിട്ടും വരയ്ക്കാം കേട്ടോ. ഞാൻ വെർട്ടിക്കലായിട്ട് വരച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണല്ലേ നടക്കുന്നത്. അപ്പോൾ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇങ്ങനെ, ഇപ്പം ഞാനിങ്ങനെ വരച്ചത് വെർട്ടിക്കലായിട്ടാണ് വരച്ചത്. അപ്പം സിംഗിൾ ബോണ്ട് ഫോം ചെയ്തു അല്ലേ. അപ്പോൾ സിംഗിൾ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഇവിടെ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്, 2 ഇലക്ട്രോൺസ് അല്ലേ. ഈ 2 ഇലക്ട്രോൺസിനെ നമുക്ക് എന്ത് പറയാം, ഒരു ഇലക്ട്രോൺ പെയർ ആണെന്ന് പറയാം. 1 ഇലക്ട്രോൺ പെയർ, ഒരു പെയർ ഉണ്ട്. 2 ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ പെയർ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇതേപോലെ നമുക്ക് ഓക്സിജനെയും നൈട്രജനെയും ഒക്കെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓക്സിജൻ O2 മോളിക്യൂൾ ഫോം ചെയ്യുന്നത്, നൈട്രജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നതൊക്കെ ലൂയിസ് സ്ട്രക്ചർ വെച്ചിട്ട് വരച്ച് നോക്കുക. സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നമ്മൾ ചെറിയ ക്ലാസ് പഠിക്കുന്ന കാര്യമാണ്. ഇനി എന്തൊക്കെയാണ് ഈ ഒക്ടറ്റ് റൂളിൻ്റെ ലിമിറ്റേഷൻസ് എന്നുള്ളത് ഓർത്തിരിക്കണം. ഒക്ടറ്റ് റൂളിൻ്റെ ലിമിറ്റേഷൻസ്, ഫസ്റ്റ് വൺ വിൽ ബി ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ആണ്. അതായത് ചില എലമെൻറ്റ്സ് നമുക്ക് എല്ലാവർക്കും എല്ലാ സ്റ്റേബിളായിട്ടുള്ള എലമെൻറ്റ്സ് അല്ലെങ്കിൽ മോളിക്യൂൾസും അത് ഒക്ടറ്റ് മോളിക്യൂൾസ് ഫോം ചെയ്യുന്ന സമയത്തും അത് ബോണ്ട് ചെയ്യുന്ന സമയത്തും അത് ഒക്ടറ്റ്
കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇൻകംപ്ലീറ്റ് ഒക്റ്ററ്റിൻ്റെ കാര്യം പറയണം. ഇൻകംപ്ലീറ്റ് ഒക്റ്ററ്റ് വരുന്ന കേസുകൾ എന്ന് പറയുന്നത് BeCl2, BCl3, LiCl. അതേപോലെ എക്സ്പാൻഡഡ് ഒക്റ്ററ്റ്, ചില മോളിക്യൂൾസിൻ്റെ കേസിൽ ഒക്റ്ററ്റ് എക്സ്പാൻഡഡ് ആണ്, അതായത് 8ൽ കൂടുതൽ വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും ചില കോമ്പൗണ്ട്സിൻ്റെ കേസിൽ. അപ്പോൾ PCl5, SF6 ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? എക്സ്പാൻഡഡ് ഒക്റ്ററ്റ് ആണ്, 8ൽ കൂടുതൽ വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അടുത്തത് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അതായത് ഒരു ഇലക്ട്രോൺ ചിലപ്പം എക്സ്ട്രാ ഉണ്ടാവും. അതിന് എക്സാമ്പിളാണ് NO, NO2. ഓക്കെ. അടുത്ത ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ റിയാക്ഷനിൽ പങ്കെടുക്കില്ല എന്നൊരു ഇത് എന്ത് വെച്ചിട്ടുണ്ട്? ഈ ലൂയിസ് തിയറി അല്ലെങ്കിൽ ഒക്റ്ററ്റ് തിയറി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ നോബിൾ ഗ്യാസിൽ ചിലത് എന്ത് ചെയ്യുന്നു? നോബിൾ ഗ്യാസ് take part in chemical reaction. നോബിൾ ഗ്യാസ് എന്ത് ചെയ്യുന്നു? ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ ആണ്. ഓക്കെ അല്ലേ? ഇനി അതായത് ഏതൊക്കെയാണ്? HCF2, HCF4 പോലെയുള്ള മോളിക്യൂൾസിൻ്റെ ഷേപ്പും അതേപോലെ HCF2, HCF4 പോലെയുള്ള മോളിക്യൂൾസിൻ്റെ നോബിൾ ഗ്യാസ് വെച്ചുണ്ടാകുന്ന മോളിക്യൂൾസിൻ്റെ ഷേപ്പും എന്താണ്? ഇതിനൊരു ലിമിറ്റേഷനാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇത് നോക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ ആണല്ലോ? ഇത് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ. ഇനി നമുക്ക് പറയാനുള്ളത് ഫോർമൽ ചാർജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഫോർമൽ ചാർജ് എന്താണ്? ഫോർമൽ ചാർജ് എന്ന് പറഞ്ഞാൽ, ഫോർമൽ ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ ഓഫ് ദ ആറ്റം മൈനസ് നമ്പർ ഓഫ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് മൈനസ് ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ്. അതാണ് ഫോർമൽ ചാർജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓസോൺ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ എടുക്കുകയാണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഓക്കെ, നമുക്ക് ഓസോൺ മോളിക്യൂളിനെ ഈ ഒരു രീതിയിൽ അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മളിനി ഇതിൻ്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, A, B, C എന്ന ഓരോ ഓക്സിജനും നമ്മൾ നെയിം കൊടുക്കുകയാണ്. അപ്പം ഓക്സിജൻ A എന്ന് പറയുന്നതിൻ്റെ ഫോർമൽ ചാർജ് ഓഫ് ഓക്സിജൻ A ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. A എന്ന് പറയുന്ന ഓക്സിജൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ നോക്കേണ്ടത്? വാലൻസ് ഇലക്ട്രോൺ. ഓക്സിജൻ്റെ വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? 6 മൈനസ് നമ്പർ ഓഫ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ്. ഈ A എന്ന് പറയുന്നതിൽ എത്ര മോളിക്യൂൾസ് ആണ് നോൺ ബോണ്ടിങ് ആയിട്ടുള്ളത്? 4 അല്ലേ? നാല് മോളിക്യൂൾസാണ് നോൺ ബോണ്ടിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ 6 മൈനസ് 4 മൈനസ് ഹാഫ് ഇൻറ്റു ബോണ്ടിങ് ഇലക്ട്രോൺസ് എത്രയാണ്? 4 ആണ്. അപ്പോൾ 2 മൈനസ് 2 എന്ന് വരും. 0 ആണ് ആ ഓക്സിജൻ്റെ ഫോർമൽ ചാർജ്. ഇനി B എന്ന് പറയുന്ന ഓക്സിജൻ്റെ ഫോർമൽ ചാർജാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതെത്രയാണ് വരുന്നത്? 6 മൈനസ് നോൺ ബോണ്ടിങ് എത്രയാണ് ബിയിലുള്ളത്? 2 മൈനസ് ഹാഫ് ഇൻറ്റു ബോണ്ടിങ് എത്രയാണ്? 6 അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4 മൈനസ് 3 എന്ന് എഴുതാം. അതായത് 1 ആണ് അതിൻ്റെ ഫോർമൽ ചാർജ്. ഇനി ഫോർമൽ ചാർജ് ഓഫ് C എന്ന് പറയുന്നത് 6 മൈനസ് നോൺ ബോണ്ടിങ് എത്രയാണ് വരുന്നത്? 6 മൈനസ് ഹാഫ് ഇൻറ്റു എത്രയാണ് ബോണ്ടിങ്? 2. അപ്പോൾ 0 മൈനസ് 1 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു -1. ഇങ്ങനെയാണ് അതിൻ്റെ ഫോർമൽ ചാർജ് വരുന്നത്. ഇതാണ് ഫോർമൽ ചാർജ് എന്ന് പറയുന്നത്. നമുക്ക് ഫോർമൽ ചാർജിനെ എന്താ പറയുക? ഫോർമൽ ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ബാലൻസ് ഇലക്ട്രോൺസ് ഓഫ് ദ ആറ്റം മൈനസ് നമ്പർ ഓഫ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് മൈനസ് ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ്. ഇങ്ങനെയാണ് നമ്മൾ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കുന്നത്. ഈ ഒരു ഇക്വേഷൻ എപ്പോഴും ഓർത്തു വെക്കണം. കാരണം ചില ആവശ്യങ്ങളിൽ നമുക്ക് ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാം, ചില അവസരങ്ങളിൽ നമുക്ക് ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ഡൈപോൾ മൊമെൻറ്റിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഡൈപോൾ മൊമെൻറ്റിനെ നമുക്ക് മ്യൂ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഡൈപോൾ മൊമെൻറ്റിനെ നമുക്ക് മ്യൂ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, മ്യൂ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ആ മോളിക്യൂള് പോളാറായിരിക്കും. മ്യൂ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ആ മോളിക്യൂൾ എന്തായിരിക്കും? നോൺ പോളാറായിരിക്കും. ഇപ്പോൾ HF എന്ന് പറഞ്ഞ ഒരു മോളിക്യൂൾ എടുക്കുക. ഈ HFൽ Fന് ഇലക്ട്രോൺ ആക്ടിവിറ്റി കൂടുതലാണ്. അപ്പോൾ ഇലക്ട്രോൺസിനെ, ഈ ബോണ്ടിൽ നിന്നുള്ള ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും? ഫ്ലൂറിൻ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ എന്താണ്? അപ്പോൾ അവിടെ മ്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ HF എന്ന് പറയുന്ന ഒരു പോളാർ മോളിക്യൂളാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്ന ടൈമിൽ ഓക്സിജന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഓക്സിജൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഈ രണ്ട് സൈഡിലേക്കും ഓക്സിജൻ ആറ്റംസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺ ഡെൻസിറ്റീനെ അട്രാക്റ്റ് ചെയ്യും അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ്, ഇവിടെ പാർഷ്യൽ നെഗറ്റീവ് ചാർജ്, ഇവിടെ പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡൈപോൾ മൊമെൻറ്റ് 0 ആയി പോകുന്നുണ്ട്. കാരണം ഇവിടെ ഒരു റിസൾട്ടൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഇല്ല. രണ്ട് സൈഡിലും ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ അട്രാക്ഷൻസ് ആണ് വരുന്നത്. സോ മ്യൂ ഈസ് ഈക്വൽ ടു 0. അതൊരു നോൺ പോളാർ മോളിക്യൂളാണ്. ഈ ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്സ് എന്നുള്ള കേസിൽ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം FONL എന്നോർത്താൽ മതി. ഇതാണ് FONCl എന്നോർത്താൽ മതി. ഇതാണ് ഈ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്സ്. ഈ എലമെൻറ്റ്സ് വരുന്ന സമയത്തൊക്കെ മോസ്റ്റ്ലി അത് എന്തായിരിക്കും? അവിടെ ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഈക്വലായിട്ട് വരാത്ത കേസുകളിലൊക്കെ അവിടെ ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം ഓർക്കാം. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു മോളിക്യൂളിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് BCl3 ആണ്. BCl3 നമുക്ക് എങ്ങനെ വയ്ക്കാം? B ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, മൂന്ന് ക്ലോറിൻ. ഇവിടെ എന്തിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ? ക്ലോറിൻ അല്ലേ? അപ്പോൾ ഇങ്ങനെയല്ലേ ഉണ്ടാവുക. പക്ഷേ ഇവിടെ നോക്കുക, ഈ രണ്ട് ക്ലോറിൻ്റെ കേസിൽ ഇവരുടെ റിസൾട്ടൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് താഴോട്ടായിരിക്കും അല്ലേ ഉണ്ടാവുക. താഴോട്ടുണ്ടാകുന്ന ടൈമിൽ ഈ ഒരു വെക്ടറും ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ എന്ത് ചെയ്യും? ക്യാൻസൽ ആവും. അപ്പോൾ മ്യൂ എന്ന് പറയുന്നത് 0 ആണ്. അതെന്താണ്? അത് നോൺ പോളാർ ആയിട്ടുള്ള മോളിക്യൂളാണ്. ഇനി നമുക്ക് H2O ചെയ്ത് നോക്കാം. H2Oൻ്റെ കേസിൽ എങ്ങനെയാണ്? OHH, ഓക്സിജൻ ആണല്ലേ ഡൈപോൾ മൊമെൻറ്റ് കൂടുതൽ. അപ്പോൾ റിസൾട്ടൻറ്റ് ഡൈപോൾ മൊമെൻറ്റും മുകളിലോട്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഇവിടെ മ്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ്. അത് പോളാറാണ്. ഇനി നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന രണ്ട് മോളിക്യൂൾസാണ് NH3യും അതേപോലെ NF3യും. NH3 എന്ന് പറയുമ്പോൾ നൈട്രജനും HH അല്ലേ, പിന്നെ ഒരു ലോൺ പെയറും ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെയല്ലേ വരിക? നൈട്രജൻ അല്ലേ ഇലക്ട്രോൺ ആക്ടിവിറ്റി കൂടുതൽ. അപ്പോൾ റിസൾട്ടൻ്റ് ഡൈപോൾ മൊമെൻറ്റ് എങ്ങോട്ടാണ് ഉണ്ടാവുക? മുകളിലോട്ട് അല്ലേ. അപ്പം NH3ൻ്റെ കേസിൽ മ്യൂ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അതെന്താണ്? പോളാറാണ്. ഇനി NF3 എടുക്കുമ്പോഴോ, NF3ൻ്റെ കേസിൽ FF ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ടാവും. ആ ലോൺ
എഫിൻ്റെ മുകളിലേക്കായിരിക്കും ഇലക്ട്രോൺസ് പോവുക. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? ഇങ്ങനെ. പിന്നെ ലോൺ പെയറിൻ്റെ കേസിൽ മേലോട്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ എന്ത് ചെയ്യും? ക്യാൻസൽ ആയിപ്പോകും. അപ്പം μ = 0. അപ്പോൾ എന്താണ്? നോൺ പോളാർ ആണ് അല്ലേ? ഈ എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പോളാർ, നോൺ പോളാർ മോളിക്യൂൾസ് എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളത്. ഇനി ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. Q×R ആണ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്റ്റ് ഓഫ് the magnitude of charge at one end, അതെന്താണ്? Q, and distance between the charges, അത് നമുക്ക് R എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇതെന്താണ്? ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഉണ്ടാവും. ഇതിൻ്റെ യൂണിറ്റ്, ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് d/, ആണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഏതിനാണ് ഡൈപോൾ മൊമെൻറ്റ് കൂടുതൽ, NH3-ക്കാണോ NF3-ക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? ഇവിടെ μ 0 ആണ്, ഇവിടെ μ ≠ 0. അപ്പോൾ ≠ 0 ആണല്ലോ വലുത്. അപ്പം NH3-ൻ്റെ ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ NF3 എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ഫജാൻസ് റൂള്, അതേപോലെ അയണിക് ബോണ്ട് ക്യാരക്ടർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഫജാൻസ് റൂളിൽ വരുന്ന കാര്യങ്ങൾ VSEPR തിയറി, വാലൻസ് ബോണ്ട് തിയറി, അതേപോലെ മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ഈ 3 തിയറീസും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ബേസിക് കാര്യങ്ങൾ കഴിയും. അപ്പം ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സ് HSST കെമിസ്ട്രിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് അയച്ചു കൊടുക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. എന്നാലേ ഇനിയുള്ള ക്ലാസ്സുകളിൽ അതെനിക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.